നമസ്കാരം, ഏവർക്കും മന്ത്രാക്ഷരിയിലേക്ക് സ്വാഗതം. ഭഗവത്ഗീത യഥാരൂപം, അധ്യായം 2, ശ്ലോകം 14. മാത്രാ സ്പർശാസ്തു കൗന്ദേയ ശീതോഷ്ണ സുഖ ദുഃഖദാഃ ആഗമാപായിനോ നിത്യാസ്താം സ്ഥിതിക്ഷസ്വ ഭാരത. ഹേ കുന്തിപുത്ര, ക്ഷണികങ്ങളായ സുഖദുഃഖങ്ങളുടെ വരവും പോക്കും മഞ്ഞുകാലത്തിൻ്റെയും വേനൽക്കാലത്തിൻ്റെയും ഗതിവിഗതികൾ പോലെയത്രേ. ഇന്ദ്രിയാനുഭൂതികളിൽ നിന്ന് അവയുണ്ടാകുന്നു. ഹേ ഭാരത, അവയെ അസ്വസ്ഥനാകാതെ സഹിക്കാൻ ഒരാൾ പഠിക്കണം. കൊടും തണുപ്പുള്ള മാഘമാസത്തിലും പ്രാതസ്നാനം ചെയ്യണമെന്നാണ് വൈദിക നിയമം. വലിയ തണുപ്പുള്ള കാലമാണത്. എങ്കിലും മതപ്രമാണങ്ങളിൽ അടിയുറച്ചു വിശ്വാസമുള്ള ഒരു വ്യക്തി പ്രാതസ്നാനത്തിന് വിസമ്മതിക്കുന്നില്ല. വേനൽ ചൂട് ഏറ്റവും അസഹ്യമാകുന്ന മെയ് ജൂൺ മാസങ്ങളിലും കുടുംബിനികൾ അടുക്കളപ്പണി നടത്തുന്നത് പോലെയാണ്. കാലാവസ്ഥ മൂലമുണ്ടാകുന്ന അസൗകര്യങ്ങളെ വകവയ്ക്കാതെ ഓരോരുത്തരും സ്വന്തം കടമ നിറവേറ്റേണ്ടതുണ്ട്. അതുപോലെ യുദ്ധം ചെയ്യുക എന്നത് ക്ഷത്രിയരുടെ ധർമ്മമാണ്. സുഹൃത്തുക്കളോടോ ബന്ധുക്കളോടോ യുദ്ധം ചെയ്യേണ്ടി വന്നാലും തൻ്റെ നിയത കർമ്മങ്ങളിൽ നിന്നും വ്യതിചലിക്കാൻ പാടില്ല. വിജ്ഞാനവേദിയിലേക്ക് ഉയരാൻ വേണ്ടി ഒരാൾ തനിക്ക് വിധിക്കപ്പെട്ട ധാർമ്മിക നിയമങ്ങൾ അനുസരിക്കുക തന്നെ വേണം. ജ്ഞാനം കൊണ്ടും ഭക്തി കൊണ്ടും മാത്രമേ മനുഷ്യന് മായാബന്ധങ്ങളിൽ നിന്ന് മുക്തിയുള്ളൂ. ഭഗവാൻ അർജുനനെ സംബോധന ചെയ്യാൻ ഉപയോഗിച്ച 2 പേരുകളും പ്രാധാന്യം അർഹിക്കുന്നു. കൗന്ദേയ എന്ന പദം മാതൃഭാഗത്തു നിന്നുള്ള രക്തബന്ധത്തെയും ഭാരത എന്ന പദം പിതാവിന്റെ ഭാഗത്തു നിന്നുള്ള മാഹാത്മ്യത്തെയും സൂചിപ്പിക്കുന്നു. 2 വിധത്തിലും മഹനീയമായ പാരമ്പര്യമാണ് അർജുനനുള്ളത്. ആ മഹനീയ പൈതൃകം ശരിയായ കൃത്യനിർവഹണത്തിനുള്ള ഉത്തരവാദിത്വം വർദ്ധിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് അർജുനന് യുദ്ധത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറാൻ സാധിക്കില്ല. ശ്ലോകം 15. യം ഹീന വ്യഥയന്ത്യേതേ പുരുഷം പുരുഷർഷഭ സമദുഃഖ സുഖം ധീരം സോമൃതത്വായ കൽപ്പതേ. അല്ലയോ പുരുഷശ്രേഷ്ഠ, സുഖദുഃഖങ്ങളാൽ അസ്വസ്ഥനാകാതെ രണ്ടിലും സമനില കൈവിടാത്ത വ്യക്തി നിശ്ചയമായും മോക്ഷപ്രാപ്തിക്ക് അർഹനാണ്. കുടുംബ ബന്ധമുള്ളവരോടോ മിത്രങ്ങളോടോ പൊരുതുന്നത് പ്രയാസമുള്ള കാര്യമാണെങ്കിലും ക്ഷത്രിയൻ എന്ന നിലയിൽ തനിക്കു ചെയ്യേണ്ട കർമ്മത്തിൽ ഉറച്ചു നിൽക്കണമെന്നാണ് കൃഷ്ണൻ അർജുനനോട് പറയുന്നത്.